തിരുവനന്തപുരം നെടുമങ്ങാടിൽ അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്ന് കരിങ്കൽ കെട്ടിടിഞ്ഞു വീണ വീടിന്റെ മതിൽ തകർന്നു. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയാണ് കരിങ്കൽ കെട്ട് പ്രവർത്തനം നടത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. സംഭവ സമയത്ത് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു. അനുമതിയില്ലാതെ നിർമ്മാണം നടത്തുന്നതിനിടയിലാണ് കരിങ്കൽക്കെട്ട് തകർന്നു വീണ് വീടിന്റെ മതിൽ പൂർണ്ണമായി തകർന്നത്. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയാണ് കരിങ്കൽക്കെട്ട് ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. നിർമ്മാണ പ്രവർത്തനം തടയാൻ പഞ്ചായത്ത് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നുവെങ്കിലും അത് അവഗണിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നത്. അപകട സമയത്ത് വീട്ടിലും പരിസരത്തും ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് വീട്ടുകാർ പറഞ്ഞു. ഏകദേശം ഒരു 4 മണിക്കാണ് ഈ കെട്ട് ഇടിഞ്ഞ് വീഴുന്നത്. ബാത്റൂമിൽ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. സ്കൂളിൽ ട്യൂഷൻ പഠിക്കുന്ന 1-2 പിള്ളേരും ഉണ്ടായിരുന്നു. അവർ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ഈ കെട്ട് ഇടിഞ്ഞ് വീഴുന്ന സമയത്ത് 4-5 പിള്ളേരും ഉണ്ടായിരുന്നു. അവരുടെ നിർഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് തന്നെ പറയാം. അങ്ങനെ പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും പലരും വന്ന് പറഞ്ഞു ഇത് മുകളിലേക്ക് കെട്ടരുത്. എന്നിട്ടും അത് ധിക്കാരമായിട്ടാണ് ഈ പണി ചെയ്തത്. ഇപ്പോൾ ഇടിഞ്ഞു വീണിങ്ങനെ അതിനുള്ള നഷ്ടപരിഹാരം നമുക്ക് എൻ്റെ മതിലിടിഞ്ഞതിനും ഉള്ളത് കിട്ടണമെന്ന് നിർമ്മാണ സ്ഥലത്തെ തൊഴിലാളികളും തുടക്കത്തിൽ തന്നെ മതിൽക്കെട്ട് അശാസ്ത്രീയമാണെന്ന് ഉടമയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ഉടമ അത് അവഗണിച്ചു. സംഭവ സമയത്ത് തൊഴിലാളികൾ ജോലിയിൽ ഏർപ്പെട്ടിരിക്കെയാണ് കെട്ട് തകർന്നു വീണത്. ഓടി മാറിയതുകൊണ്ട് തൊഴിലാളികളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.